നീ ഓവറായിട്ട് ഇമാജിൻ ചെയ്യല്ലോ. ഞാൻ അറിയാതെ 3 കുട്ടികൾ വേണമെന്ന് പറഞ്ഞു പോയി. തെറ്റ് തന്നെയാ. നമുക്ക് കുട്ടികളെ വേണ്ട. പോരെ? കുട്ടികളെ വേണ്ടെന്നേ. ശ്രീകാന്ത് അങ്ങനെ ഒറ്റയ്ക്കൊന്നും തീരുമാനിക്കണ്ട. എനിക്ക് കുട്ടി വേണം. എന്താ ഇങ്ങനെ നോക്കുന്നേ? സ്വയം പറഞ്ഞ ആസ്വദിക്കുകയാണല്ലോ. ഏത് പാട്ടാ? അതെ രേവതി, അതൊരു പഴയ പാട്ടാ. ഞാൻ പാടിത്തരാം. അയ്യോ കൊല്ലല്ലേ, ഇത് ഹോളാ, റൂമല്ല. എന്ത് ചെയ്യാനാ? നൈറ്റ് ആയ ഇതാണ് നമ്മുടെ റൂം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതെ, പെട്ടെന്ന് തന്നെ നമുക്കൊരു മുറി കെട്ടണം സച്ചേട്ടാ. കെട്ടണം. അവനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നരുത്. ഏതാണ്? വേറെ ആര്? ഞാൻ തന്നെ. നിങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ തന്നെ അഭിമാനിക്കുന്നു. സച്ചി നിലയിൽ മാറുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, സ്വപ്നങ്ങളുണ്ട്. നീ വന്നതോടെയാ ഞാൻ ഇങ്ങനെയൊക്കെ മാറിയത്. ഈ പാതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ കാറ്, ബാറ്, കൂട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ ജോലിയായിട്ട് ചുറ്റിക്കറങ്ങി നടന്നേനെ. അപ്പോ കല്യാണം കഴിഞ്ഞതോടെ ജോലിയൊക്കെ പോയോ? അയ്യോ, പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും ജോലി ഉണ്ടല്ലോ, അത് വേറെ ജോലി. ആ ജോലി എന്താന്ന് എനിക്ക് മനസ്സിലായി. ഡെയിലി ഉള്ള കുടിയല്ലേ? ഒരാൾക്ക് ഒരുപാട് നല്ല ഗുണമുണ്ടാവും, അതിനെ കുറിച്ചൊന്നും പറയില്ല. ഒരേ ഒരു മോശം ഗുണമുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, ഞാനൊന്നും പറയുന്നില്ല. പോരെ? അയ്യേ, എന്നെ പൊന്നെ പെണങ്ങാതലാ. എഴുന്നേക്ക്. പെണങ്ങില്ലേ എന്റെ പൊന്നല്ലേ. പാതിരവായി നേരം പനിനീർ കുളിരം വിളി എന്റെ മനസ്സിൽ. അതൊക്കെ പാട്, ബാക്കിയുള്ളവർക്കൊന്നും ഉറങ്ങണ്ടേ? ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് 1 ലക്ഷം രൂപ കിട്ടിയതാ. ഞാൻ പാടും. ഉറക്കപ്പാട്. വീടാ ഇത്, ഒച്ച വെക്കില്ലേ? അച്ഛന് ബാക്കിയുള്ളവർക്ക് ഉറങ്ങിക്കോട്ടെ. ശരി, ഞാൻ പതിയെ പാടിക്കോളാം. ഇവളെന്റെ ജീവനായി. ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന മതിയോ? എനിക്ക് മനസ്സിലായി. പാട്ട് പാടി സമയം വേസ്റ്റ് ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞേ. ശരി, ഒരു നിമിഷം പോലും ഞാൻ വേസ്റ്റ് ചെയ്യില്ല. എന്താ സച്ചേട്ടാ? ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താണ് ഉദ്ദേശിച്ചത്? 1 ലക്ഷം രൂപ കിട്ടിയില്ലേ, അത് എന്ത് വേണോ എന്നതിനെ കുറിച്ച് ഇതുവരെ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. അതൊന്ന് പ്ലാൻ ചെയ്യണ്ടേ? ഈ 1 ലക്ഷം രൂപ കൊണ്ട് തുടങ്ങിയാ പാതി വഴിയിൽ വെച്ച് നിർത്തേണ്ടി വരും. മുഴുവൻ കാശും കയ്യിൽ വന്നതിന് ശേഷം തുടങ്ങിയാൽ മതി. നീ പറഞ്ഞു ശരിയാ. മുഴുവൻ കാശും കിട്ടിയിട്ട് നമുക്ക് തുടങ്ങാം. അച്ഛനോട് നമുക്ക് കാര്യം പറയാം. പിന്നെ ഈ കാശ് ബാങ്കിൽ തന്നെ കിടക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. ശരി. എന്തായാലും കാശ് സംഘടിപ്പിച്ച് പെട്ടെന്ന് തന്നെ റൂം കിട്ടണം. ഇപ്പൊ എന്റെ മനസ്സിലുള്ള ഒരേ ഒരു സ്വപ്നം അതാ. നടക്കും സച്ചേട്ടാ. ദേവതി, അന്ന് ഞാൻ ഇവിടെ ഒരു ഉഗ്രം ഫംഗ്ഷൻ വെക്കും, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. അതെ, നമ്മളെ വീടല്ല വെക്കുന്നത്, ചെറിയൊരു റൂമാ. എന്തായാലും ഫംഗ്ഷൻ ഉണ്ടാവും, അത് ഉറപ്പാ. ആര് വന്നാലെന്താ, കണ്ടാലെന്താ? വന്നവരെ കണ്ടിട്ട് പോട്ടെ, കേട്ടിട്ട് പോട്ടെ. പോയാ പോട്ടെ. എന്താ സച്ചേട്ടാ? പോയി കിടക്കാം. ഇല്ല സച്ചേട്ടാ, എനിക്ക് മനസ്സ് നിറഞ്ഞുറങ്ങണമെങ്കിൽ അത് നമ്മൾ കെട്ടുന്ന മുറിയിലായിരിക്കും. കാത്തിരിക്കാം, എത്ര വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. ദൈവം നമുക്ക് വേണ്ടി ആ സ്വപ്നം കൈനീട്ടി തരുവരെ ഉറങ്ങിക്കോ. ആ സ്വപ്നം കണ്ട് തന്നെ രേവതി ഉറങ്ങിക്കോ. ആ സ്വപ്നം ഒരുപാട് അകലെയല്ല. ഞാൻ വന്നു. എന്താണ് നീ ഷോപ്പിംഗ് കഴിഞ്ഞാണ് വരുന്നത്? ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്നൊന്നല്ല അച്ഛാ. അവരെ വീടാന്തരം കയറി ഇറങ്ങി സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. അച്ഛന് മാസം 50,000 രൂപ തരണ്ടേ? കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം. എന്നെ കണ്ട ഡോർ ഡെലിവറി ചെയ്യുന്ന ആളെ പോലെ ഉണ്ടോ? യുനോ ഐ എം എ ബിസിനസ്മാൻ. എന്താണ് ഇതൊക്കെ? അമ്മേ പറയാമേ, ശ്രുതി വന്നോട്ടെ. ശ്രുതി വിളിച്ചാലും കേൾക്കില്ല. ശ്രുതി വാ, എന്താ നോക്ക്, വാ, എന്തൊക്കെയാ നോക്ക്. സുധി ഷോപ്പിങ്ങിന് പോയോ? പോയി. അതിലേ കാണുന്നതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വരില്ലായിരുന്നു. നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഇത് മാത്രമല്ല, വലിയൊരു സർപ്രൈസ് ഈ ബാഗിനകത്തും ഉണ്ട്. അതിവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്ക് തരാൻ പോവാ. അല്ല, എന്താ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്നേ? അതൊക്കെ ഉണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. സൂപ്പർ സർപ്രൈസാ. നീ ഞെട്ടു. ഞാൻ തുറക്കാം, അല്ലെങ്കിൽ നീ തന്നെ തുറക്കും. അതെ, ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. അല്ല, ഇതെന്തിനാ ഇപ്പൊ വാങ്ങിച്ചേ? ചുമ്മാ എന്റെ ഒരു സന്തോഷത്തിന്, പിന്നെ നിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. പിന്നെ ഈ ഭാര്യയുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് ഈ നെക്ലസ് നിനക്ക് സമ്മാനമായിട്ട് തരുന്നു. അമ്മേ, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് സന്തോഷിപ്പിക്കാനായിട്ട് അവരും സമ്മാനമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്താണ് ആ സമ്മാനം എന്നറിയോ? ഹൽവ. എനിക്ക് ഹൽവ മതി. തരുന്ന സമ്മാനത്തിന്റെ വില നോക്കിയിട്ടല്ല അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അത് കൊടുത്ത ആളുടെ മനസ്സിലുള്ള സ്നേഹമാണ്. അതാ അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. രേവതി പറഞ്ഞതാ ശരി. അങ്ങനെ സന്തോഷിക്കാൻ പറ്റേ. അതെ, എവിടെയെങ്കിലും പോയി അതൊന്ന് ഉറച്ചു നോക്കും. എന്നിട്ട് സ്വർണ്ണമാണോന്ന് ഉറപ്പിക്കും. ഇവനെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളുടെ ആളാ. ശ്രുതി, ഇത് പ്യുവർ 916 സ്വർണം തന്നെയാ. അത് കണ്ടാൽ അറിയില്ലേ? അത് ശ്രുതി പ്രത്യേകം എടുത്ത് പറയണോ? ഇവനിതുവല്ലോ അറിയാവോ? ഇഷ്ടമായ നിനക്ക്? പിന്നെ ഇഷ്ടാവാതെ. ആന്റി എങ്ങനെയുണ്ട്? കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. നോക്കട്ടെ, നല്ല രസമല്ലേ? നല്ല ഡിസൈൻ. നിനക്ക് നോക്കിയെടുക്കാനൊക്കെ അറിയാലേടാ. എനിക്ക് സന്തോഷായി മോനെ. മോന്റെ സമയദോഷം ഒക്കെ മാറി. ഇപ്പൊ നിനക്ക് നല്ല സമയാ. നീ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ചിലര് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ അതൊന്നും നടക്കില്ല. അച്ഛാ, ഈ ചിലരെന്ന് ഉദ്ദേശിച്ചതേ എന്നെ രേവതി തന്നെ ഉദ്ദേശിച്ചേ. മനസ്സിലായടാ മോനെ. അപ്പോഴേക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളെത്തി. റൂം കെട്ടുന്ന ഒരുത്തി ശബ്ദം ചെയ്തു. അത് നടന്നോ? സച്ചിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടൂന്ന് ശബ്ദം ചെയ്തു. ഒരു വര പോലത്തെ മാല വാങ്ങിച്ചു കൊടുത്താലേ
അതിനുശേഷം ഒരു തരി സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയോ? ചിരിപ്പിക്കാതമ്മേ. ഈ നാട്ടിലെ അമ്മമാരെ അവരുടെ മക്കളോട് പറയാറ് നിങ്ങൾ ആരെ പോലെ ആയാലും ആ ചന്ദ്രമതിയുടെ മകൻ സുധിയെ പോലെ ആവരുന്ന. എന്നിട്ട് ഞാൻ അവരെ കണ്ടുപിടിക്കുന്നത്. ചന്ദ്രേ, സുധിയെ കുറിച്ച് നിനക്ക് നല്ല പറയണം. അവനെ അങ്ങ് പുകഴ്ത്തണം. എത്ര വേണമെങ്കിൽ പുകഴ്ത്തിക്കോ. അതിനെന്തിനാ ഇവരെ ഓരോന്ന് പറഞ്ഞ് മോശമാക്കുന്നത് ചന്ദ്രേ? അമ്മ പറഞ്ഞോട്ടെ അച്ഛാ, മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നതാ നമ്മുടെ ഊർജം അല്ലേ സച്ചേട്ടാ? പിന്നെ അല്ലാതെ. ഞാൻ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ അതൊക്കെ ചെയ്തിരിക്കും. നിങ്ങളൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. കൊറേ ആയല്ലോ പറയാൻ തുടങ്ങിയിട്ട്, ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. ചെയ്യേണ്ട സമയത്ത് അതൊക്കെ ചെയ്തോളൂ, നീ വിഷമിക്കണ്ട. വീട് ശ്രുതി, വയറ്റരിച്ചില് കാരണം ഓരോന്ന് പറയുന്നതല്ലേ. അല്ല മോനെ, നീ അമ്മയ്ക്കൊന്നും വാങ്ങിച്ചില്ലേ? വാങ്ങിയില്ലെന്നോ? എന്തൊരു ചോദ്യമാണ് എന്റെ അമ്മേ. എന്റെ അമ്മയ്ക്ക് ഞാൻ വാങ്ങാതിരിക്കോ? എന്താ വാങ്ങിയെന്ന് അമ്മ ചോദിക്കുക. അത് കാണുമ്പോ എന്റെ അമ്മയുടെ ഒരു ചിരി ഉണ്ടല്ലോ, അത് എനിക്കൊന്ന് കാണണം. ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്താണെന്ന് കാണിക്കടാ. അത് കറക്റ്റ്. എന്റെ അമ്മേ, ദാ നോക്ക്, ഇഷ്ടപ്പെട്ടോ നോക്ക്. അയ്യോ, സാരി നന്നായിട്ടുണ്ട് മോനെ, നല്ല സാരി. ആന്റി, കളർ ഇഷ്ടായോ? ഇഷ്ടായി. സൂപ്പർ ആയിട്ടുണ്ട് മോളെ, നല്ല സൂപ്പർ കളറല്ലേ? അയ്യോ, അമ്മേ, ഈ സാരിക്ക് ഏകദേശം എത്ര വില വരും? അമ്മ ഒന്ന് ഊഹിച്ചു പറ. അച്ഛന് ഊഹിക്കാം. ഞാനിവിടെ പണിയില്ലാണ്ടിരിക്കല്ലേ ഊഹിക്കാനായി. 20,000 രൂപ. കറക്റ്റ്. ആള് കൊള്ളാലോ. അയ്യോ, 20,000 രൂപ സാരിയാ? അതെ. എന്താ അച്ഛൻ ഞെട്ടിയോ? ഇതുപോലെ വില കൂടിയ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ്, കല്യാണത്തിന് മുമ്പ്. അല്ല, എന്തായാലും ആന്റി എത്ര കറക്റ്റ് ആയിട്ട് ഈ സാരിയുടെ റേറ്റ് പറഞ്ഞത്? അങ്ങനെയുള്ള കഴിവൊക്കെ എനിക്ക് പണ്ടേ ഉണ്ട്, അത് കല്യാണത്തിന് മുമ്പാ. അല്ലടേ, ചിലപ്പോഴേ സാരിയിൽ വിലയുടെ സ്റ്റിക്കർ കാണും. അത് കണ്ടിട്ട് അമ്മ പറയാനേ. അയ്യടാ, എടാ സുധി, നീ നിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചു. നിന്നെ പഠിപ്പിച്ച വലുതാക്കി അച്ഛനൊന്നും വാങ്ങിച്ചില്ലേ? അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് 20,000 രൂപയുടെ സാരിയല്ലേ വാങ്ങിയത്? അപ്പോ അച്ഛനൊരു 30,000 രൂപയുടെ മുണ്ട് ഷർട്ടെങ്കിലും കാണുമായിരിക്കും അല്ലേ? എനിക്കിതിപ്പോ 20,000 ആയാലും 30,000 ആയാലും സാരില്ലട മോനെ. ഒരു മിനിറ്റ്. ഓ, അച്ഛന് വാച്ച്. അച്ഛന് വാച്ചാണോ വാങ്ങിച്ചത്? റിട്ടയർഡ് ചെയ്ത് വീട്ടിലിരിക്കുന്ന ആൾക്ക് എന്തിനാടാ വാച്ച്? സമയം അറിയാനാണ് ഈ വാച്ച് ഉണ്ടല്ലോ, അതിന് നോക്കിയാ പോരെ, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയാ പോരെ. ഈ പുതിയ വാച്ച് കെട്ടി അച്ഛൻ എവിടെ പോവാനാ? പിന്നെ അമ്മ പറഞ്ഞത് ശരിയാണ്. വീട്ടിലിരിക്കുന്ന എനിക്കെന്തിനാ നീ വാച്ച് വാങ്ങി? അയ്യോ ഇത് അച്ഛന് വേണ്ടി വാങ്ങിയ വാച്ചല്ല, ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ വാച്ചാ. നിനക്കോ? അതെ. എടാ, ഒരു ബിസിനസ് മാന് ഏറ്റവും വലുത് സമയമാണ്. അതുകൊണ്ടാ ഞാൻ ഈ കോസ്റ്റ്ലി വാച്ച് തന്നെ വാങ്ങിച്ചത്. അമ്മേ, ദേ, ഈ വാച്ച് എങ്ങനെയുണ്ട് നോക്കി. അയ്യോ, നല്ല വാച്ച് മോനെ. ഇനി പറ, ഇതിന് ഏകദേശം എത്ര വില വരും? ഒരു 600 രൂപ കാണും. ഒന്ന് പോടാ, 600 രൂപയോ? റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാലേ നിനക്കൊക്കെ ശീലമുള്ളൂ. അവരവന്റെ നിലവാരത്തിലുള്ള വില പറയുന്നത്. മോനെ, ഇതിന് ഏകദേശം ഒരു 2,000 രൂപ വരും അല്ലേടാ? 2,000 രൂപയോ? അമ്മേ, ഇതിന്റെ റേറ്റ് 51,000. അച്ഛാ, അതായത് 51,000 രൂപ. ദേ, നോക്കിയേ, എങ്ങനെയുണ്ട്? 50,000 രൂപയോ? സച്ചേട്ടാ ഉണ്ടാതിരിക്കെ. അച്ഛാ, അവന് തലയ്ക്ക് വെളിവില്ലാതെയാണെന്ന് തോന്നുന്നത്. 500 രൂപയുടെ വാച്ചാ എന്റെ കയ്യിൽ കിടക്കുന്നത്. ഇതിലുള്ള ടൈം തന്നെയല്ലേ അതിലുള്ളത്. പിന്നെ എന്തിനാ 51,000 രൂപയുടെ വാച്ചൊക്കെ? സച്ചേട്ടാ, ചിലപ്പോഴേ അതിനകത്ത് സ്വർണത്തിന്റെ സൂചിയായിരിക്കും. ദേ, സ്വർണത്തിന്റെ സൂചിയൊന്നുമല്ല, ഈ വാച്ചിന്റെ ബ്രാൻഡിനാണ് വാല്യൂ. ദേ, ഇതവരുടെ ബേസ് മോഡല്. അതുകൊണ്ടാ 51,000 രൂപ. ഇതിന്റെ തൊട്ട് മുകളിലുള്ള മോഡലിന് 2 ലക്ഷം രൂപ വില വരും. ചിലര് നമ്മുടെ വാച്ച് നോക്കിയിട്ട് നമ്മുടെ റേഞ്ച് അളക്കുന്നത്. വാച്ച് നോക്കി സമയം പറയാറല്ലേ ചെയ്യുക. എടാ, നിനക്ക് എന്തറിയാതാ? ദേ, ഞാനൊരു ബിസിനസ് മാനാ. അപ്പോ ആ ലെവലിലുള്ള ലൈഫ് സ്റ്റൈലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കോടീശ്വരന്മാർ ധരിക്കുന്നത് സാധാരണ ഡ്രസ്സും വാച്ച് നോക്കിയാ. കയ്യിലൊന്നും ഇല്ലെങ്കിലും ഞാൻ പണക്കാരനാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിട്ടാ ഇവനൊക്കെ ഈ വേഷം കിട്ടുന്നത്. ഓ, അസൂയ. കുറച്ചുകൂടെ കഴിയടാ. ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നൻ എന്റെ മകനായിരിക്കും. അതിന്റെ സൂചനയാ ഈ വാച്ച്. അങ്ങനെ ആവട്ടെ. അല്ല, അച്ഛന് നീ എന്തോ വാങ്ങിച്ചു പറഞ്ഞല്ലോ, അതവിടെ? അതെ. ഒരു മിനിറ്റ്. അച്ഛാ, കണ്ടോ? എന്താണ്? ഇതാണ് സർപ്രൈസ്. ഇന്ന് മുതൽ നമ്മുടെ അച്ഛനെ കുളിച്ചു തോർത്താനുള്ള തോർത്ത്, അതും എന്റെ അച്ഛനെ ഇഷ്ടപ്പെട്ട കളറിൽ തന്നെ. അച്ഛാ, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നോക്കുന്നേ, എന്ത് രസമായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. നോക്കടാ അച്ഛാ, ഇനി തോർത്താൻ അച്ഛൻ ഇന്നു മുതൽ ഇത് ഉപയോഗിച്ചാൽ മതി. എൻജോയ്. ഈ തോർത്തിന് എത്ര വിലയെന്ന് ഞാൻ ഊഹിക്കേണ്ടി. എന്താണത്? എന്റെ ഭാര്യക്ക് ലക്ഷങ്ങൾ നെക്ലസ്, അമ്മയ്ക്ക് 20,000 സാരി, നിനക്ക് 51,000 വാച്ച്. എന്താ അച്ഛനോട് 50 തോർത്തോ? നിന്നെ തോട്ടോ സച്ചി? പണ്ട് മുതലേ ഞാൻ എനിക്കൊരു സാധനം വാങ്ങുമ്പോ ആദ്യം നോക്കുക അതിന്റെ വിലയാ. ഏറ്റവും വില കുറഞ്ഞതേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. വില കുറഞ്ഞ ഷർട്ട്, വില കുറഞ്ഞ പാന്റ്, വില കുറഞ്ഞ ലുങ്കി, വില കുറഞ്ഞ ചെരുപ്പ്. ഭാര്യയുടെയും മക്കളുടെയും മുഖത്തെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർക്ക് അത്രയൊക്കെ ചിന്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മക്കൾക്ക് നല്ല ഷൂ വാങ്ങിക്കൊടുക്കാനായിട്ട് ഞാൻ തേഞ്ഞുപോയ ചെരുപ്പ് വലിച്ചെറിയാതെ ഉപയോഗിച്ചിട്ടുണ്ട്. മക്കൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനായിട്ട് എന്റെ കീറിയ കുപ്പായം തുന്നി ഉപയോഗിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാതെ ഞാൻ ഡ്യൂട്ടിക്ക് ഓടി പോവാറുണ്ട്. അപ്പൊ ഡ്യൂട്ടിക്കിടയിൽ പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റിയത് വരില്ല. പിന്നെ അവിടെ ചെന്ന് കഴിക്കാൻ ക്യാൻറ്റീന്റെ മുന്നിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാ ഉള്ളൊന്നും പിഴയാ. അത് ഈ ആവി പറക്കുന്ന ആഹാരം കണ്ടിട്ടൊന്നുമല്ല. ആ കാശ് കൂടെ ഉണ്ടെങ്കിൽ സുധിയുടെ പഠിപ്പിനുള്ള ഫീസ് കൊടുക്കാന്ന് കരുതി.